വെൽക്കം ടു എംപ്ലിൻ മീഡിയ. ജാതിയോ മതമോ വിശ്വാസമോ പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് വന്നിട്ട് പ്രസംഗിച്ചത് എന്തായിരുന്നു? മുഴുവൻ വിശ്വാസത്തെ പറ്റിയാണ്, വിശ്വാസത്തെക്കുറിച്ച് മാത്രമാണ്. നാടിൻ്റെ വികസനത്തെപ്പറ്റി ഒരു വരി പോലും നരേന്ദ്രമോദി പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടില്ല. പേര് പറയാതെ ശബരിമല സാസ എന്ന് പറയാതെ ബാക്കിയെല്ലാം നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം ഇവരെവിടായിരുന്നു? സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇനി വിശ്വാസങ്ങൾ സംരക്ഷിക്കും, കേരളത്തിൻ്റെ പൈതൃക വിശ്വാസം സംരക്ഷിക്കും എന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിന്നല്ലേ, നല്ല നല്ല കാര്യങ്ങൾ. പക്ഷേ ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം എവിടെയായിരുന്നു ഇത്രയും കാലം? ഒരു ഓർഡിനൻസ് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയാൽ പോരായിരുന്നോ വിശ്വാസികളെ സംരക്ഷിക്കാൻ? ഈ കാപട്യമൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ശബരിമല എന്ന് പറയാതെ പറയുന്നത് മുഴുവൻ ശബരിമല എൻ്റെ പഞ്ചായത്തിലാണ്, സീതത്തോട് പഞ്ചായത്ത്. ഗവിയും ശബരിമല ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. എൻ്റെ നാട്ടിലെ വികസനമാണോ പ്രധാനം, വിശ്വാസമാണോ പ്രധാനമെന്ന് അറിയണമെങ്കിൽ എൻ്റെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കുക. ജോബി ടി ഈശോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഒരു പ്രധാന ചർച്ചയാക്കി വോട്ട് നേടാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുരേന്ദ്രനെ BJP പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. ശബരിമലയുടെ താഴ്വരയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലയുടെ ബാക്കിലായിട്ടാണ് പൊന്നമ്പലമേട്, ഇതിന് തൊട്ടപ്പുറത്തെ മലയാണ് ശബരിമല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്, ഒരു കാരണവശാലും ശബരിമല വിഷയവുമായി കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന വിവാദം പത്തനംതിട്ടയിലെ ആളുകൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയില്ല. ഇവിടെ BJP നടത്തിയിട്ടുള്ളതായ സമര ആഭാസങ്ങളെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ BJP വിരുദ്ധരാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ നിരവധി കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഈ ശബരിമല സീസണിൽ നടത്തുന്ന ചെറിയ വ്യവസായങ്ങളാണ്. ചെറിയ ചായക്കടകളും മറ്റ് കച്ചവടങ്ങളുമെല്ലാം ചെയ്ത് ഒരു വർഷത്തേക്കുള്ള സമ്പാദ്യം കണ്ടെത്തുന്നവരാണ്. അതിനെ ആകെ തകിടം മറിക്കുന്നതിന് വേണ്ടി ആ സമര കോലാഹലങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്ന് നിരവധി യുവതികൾ മുൻകാലങ്ങളിലും ശബരിമലയിൽ പോയ അനുഭവങ്ങൾ ഇവിടെയെല്ലാം വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. യുവതീ പ്രവേശനം ഇവിടെ ഒരു തരത്തിലും ചർച്ചയാവുകയില്ല. മറിച്ച് ഇത്തവണ ഇവിടെ വരുമാനം കുറയുന്നതിനും വ്യവസായം തകർക്കുന്നതിനുമെല്ലാം ഉണ്ടായ പ്രശ്നങ്ങൾ BJPക്ക് വിരുദ്ധമായി മാറാനാണ് ശബരിമല വിഷയമായി ഇവിടെ സാധ്യത. നിലവിലെ MP ആയിരിക്കുന്ന ആൻ്റോ ആൻ്റണിക്കെതിരെയും UDFനെതിരെയും ഇവിടെ വലിയ ജനവികാരം നിലനിൽക്കുന്നുണ്ട്. MP ഈ നാട്ടിൽ എത്താറില്ല എന്ന് മാത്രമല്ല, ഇവിടെ ആകെ ചെയ്തിരിക്കുന്ന വികസനം ഒരു ഹൈമാക്സ് ലൈറ്റ് മാത്രമാണ്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാത്രം 35 മിനിമാക്സ് ലൈറ്റുകൾ ഈ വിവിധ വാർഡുകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈമാക്സ് ലൈറ്റിൻ്റെ മാത്രം വികസനമാണ് MPക്ക് പറയാനുള്ളത്. ഈ നാടിൻ്റെ വികസനം ഇനിയും സ്വപ്നം കാണുന്നത് ടൂറിസത്തിലാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്, ടൂറിസമാണ് ഇതിൻ്റെ ഭാവിയായി കാണുന്നത്. ഗവി ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ മൺസൂൺ ടൂറിസ്റ്റ് കേന്ദ്രമായ ഗവിയും ലോകത്തിലെ ഏക ഇക്യുമെനിക്കൽ ദേവാലയമായ സെൻറ്റ് തോമസ് ചർച്ച് നിലയ്ക്കലും വനത്തിനുള്ളിൽ ഉള്ളതായ ആലുവാങ്കുടി ക്ഷേത്രവും ശബരിമലയിലെ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന പഞ്ഞിപ്പാറയും കോട്ടപ്പാറയും അടക്കം നിരവധിയായ ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും കൊട്ടവഞ്ചി ഉൾപ്പെടെയുള്ളതായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നതിന് വേണ്ടി MP തയ്യാറായിട്ടില്ല. ഈ നാൾ വരെ ഈ പദ്ധതി പ്രദേശം, ഈ ടൂറിസം കേന്ദ്രം സന്ദർശിക്കുകയോ ഈ കൊട്ടവഞ്ചിയിൽ സവാരി ചെയ്യുന്നതിന് വേണ്ടിയോ MP ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ നാടിൻ്റെ വികസനത്തിനെതിരായി നടത്തുന്ന MPയുടെ വികസന തടസ്സം നടത്തുന്നതായ പ്രവർത്തനങ്ങൾ UDFനും ആൻ്റോ ആൻ്റണിക്കും വിരുദ്ധമായി മാറും.